സോ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തിയ ഞാൻ ടെർമിനൽ 1 ഇറങ്ങിയത്. ഇനി ഷട്ടിൽ ബസ്സിൽ കയറി ടെർമിനൽ 2 ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണിപ്പം. ഓ മൈ ഗോഡ്, ബാംഗ്ലൂർ എയർപോർട്ട് നോക്കിക്കെ, ടെർമിനൽ 2 ആണ് കേട്ടോ, പുതിയ എയർപോർട്ടാണ്. ഈ എയർപോർട്ടിനെ ടെർമിനൽ ഇൻ എ ഗാർഡൻ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ബാംഗ്ലൂർ എയർപോർട്ട് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടേ. ഈ വീഡിയോയുടെ മെയിൻ എയിം ഞാൻ എങ്ങനെയെങ്കിലും സിഡ്നി എത്തുന്നതാണല്ലോ. നേരത്തെ എത്തിയതുകൊണ്ട് കോണ്ടസിന്റെ കൗണ്ടർ അടച്ചിട്ടായിരുന്നേ. ബൈ ദ വേ, ഞാൻ ട്രാവൽ ചെയ്യുന്നത് കോണ്ടസ് എയർലൈൻസിലാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇന്റർനാഷണൽ ഡിപ്പാർച്ചേഴ്സിൽ പോകാൻ പറ്റില്ല, കാരണം എൻ്റെ ബോർഡിംഗ് പാസ് ഇല്ല. അതുകൊണ്ട് ഞാൻ പോസ്റ്റായി. അകത്ത് കയറിയിരുന്നെങ്കിൽ വല്ലതും കഴിക്കായിരുന്നു. അങ്ങനെ ഫൈനലി ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. ഞാൻ അകത്ത് കയറി കേട്ടോ. അകത്ത് കയറി കഴിഞ്ഞാൽ വേറൊരു ലോകം തന്നെയാണ്. ശരിക്കും ആ പേര് പോലെ തന്നെയാണ് കേട്ടോ, ആ ടെർമിനൽ ഇൻ എ ഗാർഡൻ. ചില ഏരിയയിലൊക്കെ വരുമ്പം എയർപോർട്ടിലാണോന്ന് തന്നെ നമ്മൾ മറന്നുപോകും. ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്സിലൊക്കെ ഞാനൊന്നും വാങ്ങത്തില്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ കണ്ടു കിടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ഈ ബാംഗ്ലൂർ എയർപോർട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എയർപോർട്ട്, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഒബ്വിയസ്ലി ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, കാരണം കുറച്ച് മോഡേണും യുണീക്കും ആണ് കേട്ടോ ഈ സ്ഥലം. എല്ലാ എയർപോർട്ടിലെ വാഷ്റൂമിൽ പോയി ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഒരു ഹോബിയാണ്. ഹലോ, താങ്കൾ എങ്ങോട്ട് പോകാനാണ്? അങ്ങനെ ഇനി ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ ഞാൻ ഇന്ത്യയിൽ നിന്നും വിട പറയുകയാണ് തൽക്കാലത്തേക്ക്. ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് പാർട്ട് ഓഫ് എനി ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്. കുറേ മൂവീസ് ഇരുന്ന് കാണണം. ഗെസ് ഹൂ ഗോട്ട് ദി വിൻഡോ സീറ്റ്? സന്തോഷായി. അങ്ങനെ രാത്രിയിൽ ടേക്ക് ഓഫ് ചെയ്ത ഫ്ലൈറ്റ് രാവിലെ ആയപ്പം സിഡ്നിയിലെത്തി. ഇമിഗ്രേഷൻ പ്രോസസ്സും പെട്ടിയും എല്ലാം വന്നിട്ടും എൻ്റെ ഹബ്ബി മാത്രം വന്നിട്ടില്ല. എഴുന്നേക്കാൻ താമസിച്ചെന്ന് പോലോ, അതൊരു എക്സ്ക്യൂസ് ആണോ? വീണ്ടും ഞാൻ പോസ്റ്റായി. എന്നാൽ പിന്നെ സമയം കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ സെൻട്രലിലോട്ട് പോകാമെന്ന് വിചാരിച്ച് പെട്ടിയായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയത്താണ് മറ്റൊരിടത്ത് ഒരു ചെക്കൻ അവൻ്റെ വൈഫിന് വെൽക്കം ഹോം എന്ന് എഴുതിയ ഒരു ബലൂൺ കൊടുത്തേക്കുന്നത്. 32 കാണിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നെ സോപ്പിടാനായിട്ട്. ഇതാണ് ശിക്ഷ. എൻ്റെ എല്ലാ ബാഗും ചുമക്കണം. അത്രയെങ്കിലും ഞാൻ കൊടുത്തില്ലെങ്കിലേ അത് മോശമാണ്. പക്ഷേ വിഷമം തോന്നി ഞാനത് തിരിച്ചു വാങ്ങി കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ സിഡ്നി വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാമേ.